ഇപ്പൊ യൂസ് ചെയ്തിട്ടാണ് നിൽക്കണത്. എന്റെ ഫേസ് നന്നായിട്ട് ഒരു ഉദിച്ച് നിൽക്കണ മാതിരി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നല്ല കിടിലൻ റിസൾട്ട് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ഫേസ് വാഷിന്റെ ബിഫോർ ആണ് നിങ്ങൾ കാണുന്നത്, ആഫ്റ്റർ ഡേ കണ്ടില്ലേ? അപ്പൊ അത്രയും വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 3 days കൊണ്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവണ ഒരു ബ്രൈഡൽ ഫേസ് ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ലൈറ്റനിങ് ഫേസ് വാഷ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ജസ്റ്റ് 1 ingredient ആണ് ഇതിന്. നമുക്ക് 3 ദിവസം കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ചേഞ്ച് വരും. ഇതുകൊണ്ട് ഈ ഒരു ഇൻഗ്രീഡിയന്റ് കൊണ്ട് ഞാനൊരു ക്രീം ട്രൈ ചെയ്തു, അതുപോലെ തന്നെ ഒരു ഫേഷ്യൽ ട്രൈ ചെയ്തു. ഈ ഒരു ഫേസ് എന്താ പറയാ ബ്രൈറ്റനിങ് നമ്മുടെ ഫേസ് വാഷ് കൂടി ട്രൈ ചെയ്തു. അപ്പൊ 3 നമ്മുടെ വീഡിയോസ് പതിയെ നമുക്ക് ഒരെണ്ണം നമ്മൾ കണ്ടു കഴിഞ്ഞു, ഒരെണ്ണം നമുക്ക് പതിയെ വരുന്നുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നല്ല അമേസിംഗ് അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. 3 daysനുള്ളത് നമ്മൾ ഒരു പ്രാവശ്യം പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് നമ്മൾ രാവിലെ വൈകുന്നേരം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നമുക്ക് ഫേസ് എന്താ പറയാ ലൈറ്റൻ ചെയ്യും, നന്നായിട്ട് ബ്രൈറ്റനിങ് ആവും. ഫസ്റ്റ് യൂസിൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഇൻഗ്രീഡിയന്റ് നമ്മുടെ അടുക്കളയിലുള്ള ഒരു കൂട്ടാണ്. അതുപോലെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കിയാലും ജസ്റ്റ് 3 days കൊണ്ട് തന്നെ നമുക്ക് കിട്ടില്ല റിസൾട്ട് ആണ് കാണാൻ പറ്റുക. അപ്പൊ നമുക്ക് നോക്കാം. ഒറ്റ തവണ കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ നമുക്ക് തോന്നിക്കിട്ടോ. ടാനൊക്കെ മാറി നന്നായിട്ട് ബ്രൈറ്റ് ആവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കണ്ണിന് ചുറ്റും കാണാം, നമ്മൾ ഇടാത്ത ഭാഗത്തും അതുപോലെ അങ്ങനെയുള്ള വ്യത്യാസം കണ്ടില്ലേ? ഇത് ഞാൻ അതായത് ഇട്ട് കഴിഞ്ഞ ശേഷമുള്ള ഇതാട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ഫേസ് വാഷ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. നന്നായിട്ട് ഫേസ് ലൈറ്റൻ ചെയ്യണ ഒരു ഫേസ് വാഷ് ആണ് ഇത്. നമുക്കൊരു 3 days കൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് തോന്നി കേട്ടോ. അപ്പൊ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന്. നമുക്ക് ഇതിനായിട്ട് വേണ്ടത് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ മസൂർ ദാല്, അത് തന്നെയാണ് കേട്ടോ. അതിന്റെ ഒരു ഫേഷ്യലും കൂടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ട് അതിന്റെ വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ ഈ ഒരു മസൂർ ദാല് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. നമ്മൾ ഫേസ് വാഷ് ഇപ്പൊ ഞാൻ ഒരു 3 സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കഴുകി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിപ്പോ ചിലർക്ക് അറിയണ്ടാവില്ല എന്നിട്ട് സംഗതി ചുവന്നിട്ടുള്ള പരിപ്പാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ പലചരക്ക് കടയിൽ നിന്നൊക്കെ കിട്ടും. സ്കിൻ ലൈറ്റനിങ്ങിന് മിക്ക എന്താ പറയാ നമ്മുടെ ബാത്ത് പൗഡർ, ഫേസ് വാഷ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത് ആഡ് ചെയ്യാറുണ്ട്, ഫേസ് പാക്കിലൊക്കെ. ഇതിപ്പോ ഞാനിപ്പോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ. ഇതിന്റെ ഫേഷ്യൽ കിടുവാണ്. അപ്പോൾ അത്ര വലിയ റേറ്റ് ഇല്ല. ഞാനിപ്പോ ഇത് 1/2 മേടിച്ചിട്ടുള്ളത്. നമുക്കിപ്പോ ലൂസായിട്ടും കിട്ടും, 100-200 ഒക്കെ ആയിട്ടും അങ്ങനെയും കിട്ടും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വേണ്ട എന്താ അറിയോ, നമുക്ക് കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് കുക്കറിലൊന്ന് വേവിക്കാം. അപ്പൊ ഞാൻ കുക്കറിൽ വേവിച്ചതാണ് ഇത്. ഞാൻ ഇവിടെ പാറുവിനൊക്കെ ഇഷ്ടമായിട്ടത്. അങ്ങനെ നന്നായിട്ട് പെട്ടെന്ന് അലിഞ്ഞു പോണ ഒരു പരിപ്പാണ്. അപ്പൊ ചോറിന്റെ കൂടെ പരിപ്പും നെയ്യൊക്കെ ചേർത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയാണ് മേടിച്ചത്. പക്ഷെ അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് നന്നായിട്ട് തോന്നിയത്. അങ്ങനെയാണല്ലോ നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് നന്നായിട്ട് തോന്നുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യാറ്. അപ്പൊ അതായത് കുറച്ച് പരിപ്പ് നമ്മൾ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ 3 സ്റ്റിക്ക് അതിലേക്ക് നമ്മൾ പാലാണ്. അപ്പൊ പാൽ അലർജി ഉള്ളവർക്ക് നിങ്ങൾക്ക് തൈര് എടുക്കാം. ഇത് രണ്ടും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടില്ല. ഞാനിവിടെ പച്ചപ്പാൽ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇപ്പൊ വേവുമ്പോ തന്നെ ഇതും അരക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല നൈസായിട്ട് വേണമെങ്കിൽ ഇതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പൊ തന്നെ നല്ല പേസ്റ്റ് ആണ്. ഈ പാലൊഴിച്ച് നന്നായിട്ട് ഇങ്ങനെ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മസൂർ ദാല് സ്കിൻ ലൈറ്റനിങ് ഏജന്റ് ആട്ടോ. അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ പാക്ക് ആണെങ്കിലും എന്താണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ക്രീം ആണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്കിൻ ലൈറ്റൻ ആവും. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ മിക്സ് ഇരിക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. 3 ദിവസം ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബിഫോർ. ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഫേസിൽ ഭയങ്കരമായിട്ട് ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്കിത് ഈ ഒരു മിക്സ് ജസ്റ്റ് ഫേസിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് നമുക്ക് ഇതെടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ രാവിലെ തന്നെ അടുക്കളപ്പണി കഴിഞ്ഞിട്ട് നേരെ വന്നിക്കാണ്. ഫേസ് വെറുതെ മുന്നേ കഴുകിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാം. അപ്പോൾ അതേ മുഖം ഞാനിവിടെ അങ്ങനെ നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഡേ ലൈറ്റിലാണ് എടുക്കുന്നത്. ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ നമുക്ക് മഴക്കാരും ഉണ്ട് നന്നായിട്ട്. അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഫേസിൽ നനച്ചു കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പറ്റുകയാണെങ്കിൽ 1 മിനിറ്റ് നമ്മൾ ഫേസിൽ ഇത് വെക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫേസിൽ വെക്കുമ്പോൾ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ അതിന്റെ ആ ഒരു കുറച്ചും കൂടി ഗുണം കിട്ടും. പിന്നെ 1 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് 2 മിനിറ്റ് മതി. അതായത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക, 1 മിനിറ്റ് മസാജ് ചെയ്യുക, 1 മിനിറ്റ് ഫേസിൽ വെക്കുക. അപ്പൊ 2 മിനിറ്റിൽ നന്നായിട്ട് നമ്മുടെ പണി കഴിയും. നമുക്കൊരു ഫേസ് പാക്ക് ഒക്കെ ഇട്ട് നമ്മൾ റിമൂവ് ചെയ്ത ആ ഒരു ഫലം നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ഇതിന്റെ വീഡിയോ ചെയ്യാൻ കാരണം. ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ മസാജ് ചെയ്തിട്ട് 1 മിനിറ്റ് വെച്ചതിന് ശേഷം വെറുതെ നമ്മുടെ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ അതായത് അപ്ലൈ ചെയ്തു. ഇനി മസാജ് ചെയ്ത് കൊടുക്കുക 1 മിനിറ്റ്. അപ്പൊ കണ്ണിന് ചുറ്റും ഞാൻ ആക്കിയിട്ടില്ല, കാരണം അതിന്റെ ഡിഫറൻസ് മനസ്സിലാവാനാണ്. കണ്ണിന് ചുറ്റും ഇത് നല്ല സ്മൂത്ത് ആണ്. അപ്പൊ അത് നമുക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കണ്ണിന് ചുറ്റുള്ള ഡൾനെസ്സും കുറയും.
അപ്പോൾ നമുക്ക് എന്തായാലും 1 മിനിറ്റ് ഇതൊന്ന് വെക്കാട്ടോ. ഞാൻ 1 മിനിറ്റ് ആണ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേ ഞാൻ 1 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നല്ല മഴക്കാരാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഷെയ്ഡൊക്കെ കാണാൻ പറ്റും. മഴക്കാരാണ്, നല്ല അടിപൊളി മഴക്കാര്, അതുകൊണ്ട് തന്നെ ലൈറ്റ് നല്ലോണം ഡിമ്മായി. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ജസ്റ്റ് ഇതുപോലെ വെള്ളം നനച്ച് നോർമലായിട്ട് കഴുകിയാൽ മതി. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത്. പതുക്കനെ ഇതിപ്പോ 1 മിനിറ്റ് വെച്ചുകൊണ്ട് തന്നെ ഇതൊന്നും ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കനെ അങ്ങനെ വെള്ളമാക്കിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ആ ഒരു നല്ല റിസൾട്ട് ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് നന്നായി കഴുകി എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും. നല്ല കിടിലനായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ഫസ്റ്റ് വാഷിൽ നമുക്ക് നന്നായിട്ട് ബ്രൈറ്റ് ആവും. അപ്പൊ നമ്മൾ ഈ ബ്രൈറ്റനിങ് ഫേസ് വാഷ് ഒക്കെ നിങ്ങൾ അന്വേഷിച്ച് തെരഞ്ഞു പിടിച്ച് വാങ്ങുന്നവര് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമുക്ക് നമ്മുടെ കണ്ണിന് ചുറ്റും നമ്മുടെ അവിടെ ഇട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചിരുണ്ടിരിക്കുന്നത് കണ്ട ഫേസ് നന്നായിട്ട് ഇങ്ങനെ ബ്രൈറ്റ് ആയി. അപ്പം നിങ്ങൾ ഈ ഒരു ഫേസ് വാഷ് ട്രൈ ചെയ്തിട്ട് എന്തായാലും പറയണം. ഇത് ഫേസ് പാക്ക് ആയിട്ടും ഫേസ് വാഷ് ആയിട്ടും ട്രൈ ചെയ്യാം. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ഫേസിൽ നന്നായിട്ടൊരു പെട്ടെന്നൊരു ഉദിപ്പ് വന്നിട്ടില്ലേ. നെക്കും ഫേസും തമ്മിലുള്ള ഡിഫറൻസ് കണ്ട. നെക്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നല്ലൊരു ബ്രൈറ്റനിങ് വന്നു. അപ്പോൾ നിങ്ങളിത് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയണം. ട്രൈ മുന്നേ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല കിടിലൻ റിസൾട്ട് ആണ് കിട്ടുക. ഇത് നമുക്ക് ബ്രൈഡ്സിനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾക്ക് കുറച്ച് മുന്നേ നമുക്കൊരു 1 വീക്ക് ഒക്കെ ട്രൈ ചെയ്യാം. അതേപോലെ നമുക്കൊരു 2-3 ദിവസത്തിന് മുന്നേ തുടങ്ങി ട്രൈ ചെയ്ത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ലൈറ്റിനാവും, നല്ലൊരു ഉദിച്ച മാതിരി നമുക്ക് നിൽക്കും. അപ്പൊ ഈ ഒരു ഫേസ് വാഷ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാ. ഈ ഒരു ഇൻഗ്രീഡിയന്റ് മിക്കതും നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതാണ്, അപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ. അപ്പൊ എന്തായാലും പറയാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.